സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പൂജയെപ്പോലൊരു പൊന്നു മരുമകളെ കിട്ടിയത് നമ്മുടെ വെറും ഭാഗ്യമല്ല, മഹാഭാഗ്യ. സ്വഭാവത്തില് നമ്മൾ ആരും പൂജമോളുടെ അടുത്തെത്തില്ല. ഈയിടെയായി എനിക്ക് പൂജമോളോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് കൂടുക. ഏത് കാര്യവും പൂജയോട് നമുക്ക് ഷെയർ ചെയ്യാം. ആനന്ദേട്ടാ, നമ്മൾ ചെയ്യേണ്ട ആ കടമ അതും കൂടി അങ്ങ് ചെയ്യാട്ടാ. അവരുടെ കല്യാണം നമുക്ക് നടത്തിക്കൊടുക്കാം. അമ്മയെ സമ്മതിച്ചിട്ടുണ്ട്. കല്യാണം ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ച് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സൊന്ന് റിലാക്സ്ഡ് ആവും. എല്ലാവർക്കും സന്തോഷവും. നിനക്ക് വേണ്ടി ഞാൻ സമ്മതിക്കാം. ആനന്ദേട്ടാ, എനിക്ക് വേണ്ടിയിട്ടല്ല, ഏട്ടന് വേണ്ടിയിട്ട് തന്നെ ഇത് സമ്മതിക്കണം. സമ്മതിക്കാം. എന്റെ മനസ്സ് നിറഞ്ഞു ആനന്ദേട്ടാ. എന്റെ ആഗ്രഹങ്ങളെ നമ്മുടെ ആഗ്രഹങ്ങളാക്കി എടുക്കുമ്പോ അതിനൊരു നിറവ് വരും. മോളെ, ആന്റി, അവൾ ആ എഗ്രിമെന്റ് എവിടെ വെച്ചിരിക്കുന്നു എന്ന് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഒരു വിവരവും ഇല്ല മോളെ. ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് ഇവിടെ വന്നു കയറിയിട്ടും അവരാ ഡോക്യുമെന്റിനെ പറ്റി ഒന്നും പറഞ്ഞു കേട്ടില്ല. അവരത് ബർത്ത്ഡേ ഫംഗ്ഷന് കൊണ്ടുവന്നില്ലെന്നാ തോന്നുന്നേ. എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും. ആന്റി, എന്തായാലും അവരാ ഡോക്യുമെന്റ്സ് അവിടെ വെക്കില്ല. ഉറപ്പായിട്ടും അതവിടെ നിന്ന് മാറ്റും. എന്റെ കണ്ണി പെടാതെ എങ്ങനെ അവര് പുറത്തു കൊണ്ടുപോകും? ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. നമ്മൾ ആ പൂജയുടെ ജന്മരഹസ്യങ്ങൾ അടങ്ങിയ കവർ അടിച്ചു മാറ്റിയതുപോലെ ഡോക്യുമെന്റ് ഞാൻ അടിച്ചു മാറ്റിയിരിക്കും. ആ എഗ്രിമെന്റ് കിട്ടിയ എത്രയും പെട്ടെന്ന് അത് മുത്തശ്ശിയെ കാണിക്കണം. വസന്തേട്ടന്റെ ബുദ്ധിപൂർവമായ ഇടപെടല് കാരണമാ ആശ്രമത്തിൽ നിന്ന് കൊണ്ടുവന്ന ദിവസം തന്നെ അത് അടിച്ചു മാറ്റാൻ പറ്റിയത്. അത് ശരിയാ ആന്റി. പക്ഷേ ഇപ്പോ അവരാ ഡോക്യുമെന്റ്സ് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് അത് നമ്മൾ കൈക്കലാക്കണം. ഞാൻ പറഞ്ഞ ഓഫർ അറിയാലോ. ഞാൻ എന്തായാലും വസന്തേട്ടനെ കൊണ്ടൊരു ശ്രമം നടത്തി നോക്കാം. ഓക്കെ ആന്റി. ഓക്കെ മോളെ. ഇനിയൊരു അർജുൻ മോനോ, മക്കളെ, കാണാതെ പോയ കവർ കിട്ടിയോ? പറ, ആ കവറോടെ നിങ്ങൾക്കറിയാൻ പറഞ്ഞോ? പറ, എവിടെയാ അത്? മാപ്പ് തരണം, ക്ഷമിക്കണം. അതെ, അത് പിന്നെ കത്തിപ്പോയി. മക്കളെ, ഒന്നും ചെയ്യരുത്. എല്ലാരും കുട്ടി പറഞ്ഞിട്ടാ. ഞാൻ പറയാം, ഒക്കെ പറയാം.
ഇവിടെ ആരോടും പറയരുതെന്ന് അനുക്കുട്ടി പറഞ്ഞിട്ടങ്ങ് ചെയ്തു പോയതാ. മാപ്പ് തരണം. അറിയാതെ ചെയ്തു പോയി. എന്താടി? എന്താടി എന്റെ വീട്ടിൽ കയറി വന്ന് ഒച്ച വെക്കുന്നേ? എന്ത് ദ്രോഹാടി ഞാൻ നിന്നോട് ചെയ്തേ? എന്റെ അച്ഛനെ അമ്മയും കണ്ടുപിടിക്കാനുള്ള തെളിവുകള് എന്തിനാടി നീ നശിപ്പിച്ചു കളഞ്ഞത്? പറയാൻ. എനിക്ക് എന്റെ അച്ഛനെ അമ്മ ഇപ്പൊ കിട്ടണം, ഈ നിമിഷം കിട്ടണം. നിന്റെ അച്ഛനും അമ്മ എന്റെ കയ്യിലാണോ ഇരിക്കുന്നേ? എന്റെ കയ്യിൽ ഇരുന്നതല്ലേടി എന്റെ കുഞ്ഞിലെയുള്ള ഫോട്ടോയും തെളിവുകളും ഒക്കെ. നീ അതൊക്കെ എന്തിനാ കട്ടെടുക്കാൻ പറഞ്ഞേ? എന്റെ കയ്യിൽ നിന്ന് അത് മാറ്റാൻ പറഞ്ഞത് എന്തിനാ? ഞാൻ എന്റെ അച്ഛനെയും അമ്മയും കണ്ടുപിടിക്കുന്നതിന് നീ എന്തിനാ പേടിക്കുന്നേ? പറയ, നീ എന്തിനാ അത് ചെയ്തത്? എന്റെ അച്ഛനെയും അമ്മയും കാണാനുള്ള ഭാഗ്യം എന്നേക്കുമായി നീ ഇല്ലാതാക്കി കളഞ്ഞല്ലോടി. ആ തെളിവുകൾ എന്റെ കയ്യിൽ കിട്ടുന്നതിന് നിനക്കെന്താ ഇത്ര പേടി? എന്റെ അച്ഛനമ്മമാരെ കണ്ടുപിടിക്കുന്നതിന് നിനക്കെന്താ ഇത്ര പ്രശ്നം? നീ എന്തിനാ അതിന്റെ പിന്നാലെ വരുന്നത്? എനിക്കത് നിന്റെ നാവിന്ന് തന്നെ അറിയണം, അറിഞ്ഞേ തീരൂ. എന്റെ കഴിഞ്ഞ കാല ജീവിത സത്യങ്ങളുമായി നിനക്ക് എന്താ ബന്ധം? പറയടി. പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാനിന്ന് കൊല്ലും. നീ ഇനി ജീവനോടെ ഇരിക്കാൻ പാടില്ല. അച്ഛ, എന്റെ മോളെ എന്തിനാ തല്ലിയെന്ന് പറയാൻ. എന്തിനാ തല്ലിയെന്ന്? എന്തിനാ തല്ലിയതെന്ന് എന്നെ തല്ലുന്നതിന് മുമ്പ് വേണ്ടായിരുന്നു അച്ഛൻ ചോദിക്കാൻ. അച്ഛനോ? ആരാ നിന്റെ അച്ഛൻ? ഇത് എന്റെ വീട്. എന്റെ വീട്ടിൽ കടന്നു കയറി എന്റെ മോളെ തല്ലിയിട്ട് എന്നോട് നീ ന്യായം പറയുന്നു? നിന്റെ കൂടെ അനാഥാലയത്തിൽ കഴിഞ്ഞ ഒരാള് ഒരു വലിയ നിലയിലെത്തിയ അസുഖം ഇതുവരെ മാറിയില്ലല്ലേ? എന്റെ മോൾക്ക് കിട്ടേണ്ടിരുന്ന ആളെ തട്ടിയെടുത്തിട്ട് നിനക്ക് തൃപ്തിയായില്ലേ? ഇനി എങ്ങാണ് എന്റെ മോളുടെ ദേഹത്ത് നീ കൈവച്ചാൽ പിന്നെ നിന്റെ കൈ ആ ശരീരത്തുണ്ടാവില്ല. മൈൻഡ് ഇറ്റ്.
സാർ ഒരു വലിയ വക്കീലാണെന്നാ കേട്ടിട്ടുള്ളത്. എതിർഭാഗത്തിന് പറയാനുള്ളത് കേട്ടിട്ടല്ലേ സാർ ഒരാള് കുറ്റവാളിയാണോ എന്ന് തീരുമാനിക്കുന്നത്? ഞാൻ പറഞ്ഞു നീ വലിയ ആളാവണ്ട, എന്നെ നിയമം പഠിപ്പിക്കണ്ട. നിയമം പഠിപ്പിക്കുകയല്ല സാർ, നീതി ചോദിക്കുക. ഒരു അനാഥ അവളുടെ അച്ഛനെയും അമ്മയും കാണാൻ വർഷങ്ങളായി പ്രാർത്ഥിച്ചു കഴിയുന്നു. അവസാനം അച്ഛനമ്മമാരെ കണ്ടുപിടിക്കാനുള്ള തെളിവ് കിട്ടുന്നു. പക്ഷെ ആ തെളിവുകൾ മനഃപൂർവ്വം വേറൊരാള് നശിപ്പിച്ച് കളയുമ്പോ എന്ത് ചെയ്യും സാർ? ദേഷ്യവും സങ്കടവും നിരാശയും ഒക്കെ കൊണ്ട് നിൽക്കുന്ന ആൾ എന്ത് ചെയ്യും? സാറാണെങ്കിൽ എന്ത് ചെയ്യും? കൊല്ലേണ്ടതാ. എന്താ സംഭവിച്ചത്? ഞാൻ പറയാ സർ, എന്റെ അച്ഛനെയും അമ്മയും കണ്ടെത്താനുള്ള തെളിവ് സ്നേഹസദനത്തിൽ നിന്ന് കിട്ടി. അവിടെ വീട്ടിൽ കൊണ്ടുവച്ചിരുന്ന ആ കവറ് പ്രിയ പറഞ്ഞിട്ട് മധു ആന്റി മോഷ്ടിച്ചു. അതൊക്കെ കത്തിപ്പോയി. അച്ഛ, ഇവള് പറഞ്ഞതൊക്കെ കള്ളാ. മധുവാന്റി വിളിച്ച് ചോദിച്ചു നോക്കച്ച, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന്. നിനക്കറിയാം, നിന്നോടുള്ള സ്നേഹം കാരണം നീ പറയുന്നത് എന്ത് സാറ് വിശ്വസിക്കുമെന്ന് നിനക്കറിയാം. സാറ് ഇവളെ കാണാതിരുന്ന ആ കാലത്ത് മകളെ ഓർത്ത് നീറിയാ കഴിഞ്ഞിരുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ എന്നെ ഓർത്ത് നീറി കഴിയുന്ന ഒരച്ഛൻ എവിടെയോ ഇല്ലേ സാർ? ആ അച്ഛനെ കണ്ടുപിടിച്ച് ആ അച്ഛന്റെ ദുഃഖം തീർക്കാൻ എനിക്കും കടമയില്ലേ സാർ? പൂജ, സോറി. നിന്റെ ഫീൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ തല്ലിയതിന് ഒരു വിഷമവും സർ. മക്കളെ നേർവഴിക്ക് നടത്താൻ അച്ഛന് മക്കളെ തല്ല. കാരണം അന്വേഷിക്കാതെ തല്ലിയതിലേ ഉള്ളു വിഷമം. അമ്മ ക്ഷമിക്കണം. എവിടെയെങ്കിലും ഇരുന്ന് അമ്മയുടെ ആത്മാവ് ഇത് കാണുന്നുണ്ടെങ്കിൽ എന്റെ അവസ്ഥ മനസ്സിലാവുമല്ലോ അമ്മ. മനഃപൂർവ്വമല്ല അമ്മയുടെ മോളെ തല്ലിയത്. എന്റെ അമ്മ എനിക്ക് കിട്ടാതാക്കിയ സങ്കടത്തില് ഞാൻ സ്വയം മറന്നുപോയി. അമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചെങ്കിൽ മാപ്പ് തരണം. പൂജ, അമ്മയില്ലാത്ത എനിക്ക് അമ്മയായി ദേവി കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തിലാ ഞാൻ ഇതുവരെ ജീവിച്ചത്. എന്റെ മനസ്സൊന്ന് വിഷമിച്ചാൽ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഞാൻ ഓടിക്കേറി വരുന്നത് ഈ മുറ്റത്ത. എന്റെ അമ്മ എന്റെ ഒപ്പം ഉണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തിൽ, ഇതെന്റെ അമ്മയുടെ വീടാണല്ലോ എന്നുള്ള വിശ്വാസത്തിൽ. എനിക്കെപ്പോഴും കയറി വരാൻ കഴിയുന്ന, ഏത് വിഷമോ ഇറക്കി വെക്കാൻ കഴിയുന്ന എന്റെ സ്വന്തം അമ്മ വീട്. എന്റെ ജീവിതത്തിൽ നടന്നതെല്ലാം അമ്മയ്ക്കറിയാം. എന്നിട്ടും പൂജ
പൂജ ഇല്ലാതാക്കാൻ, സത്യം വെളിവാകുന്ന ആ രേഖകൾ നശിപ്പിക്കാൻ ആ പ്രിയയ്ക്ക് കഴിഞ്ഞു. 7-14 ലോകങ്ങളിലുള്ള ഓരോ ജീവിയുടെയും പ്രവർത്തനങ്ങൾ അറിയാവുന്ന അമ്മ എന്തിനാ എന്റെ ജന്മരഹസ്യങ്ങൾ നശിപ്പിക്കാൻ അവരെ അനുവദിച്ചത്? എന്റെ ഭാവി ജീവിതത്തിന്റെ ഒരേ ഒരു പ്രതീക്ഷയാ അവരവിടെ കത്തിച്ചു കളഞ്ഞത്. ഇന്നിപ്പോ അമ്മയല്ല, എന്റെ ഭാവി ജീവിതം തീരുമാനിക്കുന്ന ശക്തിയായി പ്രിയ മാറിക്കഴിഞ്ഞു. ദുഷ്ടരെ പന പോലെ വളർത്തുന്നറിയാം. എന്നാലും പ്രിയയും മധുവിന്റെയും പോലുള്ളവർക്ക് ഞാൻ എന്ത് ദോഷാ വരുത്തിയത്? അവരെന്നോട് ഇത് ചെയ്യാൻ മാത്രം. ഞാൻ അച്ഛനെ പോലെ സ്നേഹിച്ച നന്ദഗോപൻ സാർ എന്നെ തല്ലി. എനിക്ക് മുന്നോട്ടുള്ളതൊന്നും വ്യക്തമാവുന്നില്ല. ഇതിനെല്ലാം അമ്മ എന്തിനാ കൂട്ടുനിന്നെ? എന്റെ ഭാവി ജീവിതത്തിലെ ഓരോ നിമിഷവും തീരുമാനിക്കുന്ന ശക്തിക്ക് മുന്നിൽ പ്രിയ എന്ന ദുഷ്ടശക്തിക്ക് എങ്ങനെ ജയിക്കാൻ കഴിയുന്നു? അമ്മയുടെ അറിവോടെയാണ് അവരെന്റെ ഭാവി ജീവിതത്തെ എരിച്ചു കളഞ്ഞത്. ഞാനിവിടെ വരുന്നത് നേർച്ച നടത്താനോ പൂജകൾ നടത്താനോ അല്ല, അമ്മയെ കാണാനല്ലേ. എന്നിട്ടും എന്നോട് എന്തിനാ ഈ അന്യായം ചെയ്തേ? എന്നെ ഈ ജീവിത സാഹചര്യങ്ങളിലേക്ക് എത്തിച്ച അമ്മ എന്നെ അമ്മയുടെ സംരക്ഷണ വലയത്തിൽ നിന്നും കൈവിട്ട് കളഞ്ഞത് എന്തിനാ? ഇനി എന്റെ അച്ഛനമ്മമാരെ എങ്ങനെ കണ്ടുപിടിക്കും? മുന്നോട്ടുള്ള എന്റെ എല്ലാ മാർഗങ്ങളും അമ്മ അടച്ചു കളഞ്ഞല്ലോ. എല്ലാ തെളിവുകളും പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടാവായ അമ്മ തന്നെ കത്തിച്ച് ചാമ്പലാക്കി. എന്റെ മുമ്പിലുണ്ടായിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ആ തീയിൽ കരിഞ്ഞുപോയി. ഇനി ഞാൻ ആരുടെ മുമ്പിൽ പോയി എന്റെ അച്ഛനമ്മമാരെ തിരയും? എവിടെ പോയി കണ്ടെത്തും? എന്റെ രക്തബന്ധങ്ങളെല്ലാം കത്തിക്കരിയിച്ച ഈ അഗ്നിയിൽ ഞാനും കത്തിത്തീരട്ടെ. അമ്മ, ഈ അഗ്നി കൊണ്ടാണ് ആ തെളിവുകൾ നശിപ്പിച്ചത്. ആ തെളിവുകളിലൂടെ കത്തിപ്പോയത് എന്റെ അസ്തിത്വവും രക്തബന്ധങ്ങളിലെ വ്യക്തതയുമാണ്. എന്റെ അച്ഛനമ്മമാരുടെ മുഖം എന്റെ മുന്നിൽ കാണാതെ ഞാൻ ഈ അഗ്നി കൈവിടില്ല. അവരെ എന്റെ മുന്നിൽ കാണിക്കണം. എന്നാ മാത്രമേ ഞാൻ ജീവനോടെ ഇരുന്നിട്ട് കാര്യമുള്ളൂ. ഇതൊരു പാവം പെൺകുട്ടിയുടെ അതിമോഹമോ പ്രതിഷേധമോ ഒന്നുമല്ല. ഇത് വെറുതെയുള്ള പറച്ചിലല്ല, പ്രാർത്ഥനയുമല്ല. എന്റെ ശപഥമാണ്. എന്റെ അച്ഛനെയും അമ്മയും എന്റെ മുന്നിൽ കൊണ്ടുവരണം. മോളെ, എന്റെ അച്ഛനും അമ്മയും വരാതെ ഞാൻ ഈ തീ കെടുത്തില്ലെന്ന് ദേവിയോട് ശപഥം ചെയ്തതുപോലെ പറഞ്ഞിട്ടാ നിന്നത്. ഞാൻ അച്ഛനായിട്ട് കാണുന്ന സാറ് അച്ഛനായിട്ട് തന്നെ വന്ന് തീ കെടുത്തി. മോളെ, നീ അവിടെ നിറങ്ങിയപ്പോ എന്റെ മനസാക്ഷി തന്നെ എന്നെ കുറ്റപ്പെടുത്തി. എത്ര വലിയ തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. കോടതിയില് എന്റെ കക്ഷിയുടെ ഭാഗത്തുള്ള ന്യായങ്ങൾ പറഞ്ഞിട്ടാ ജഡ്ജിയോട്
നീതി ആവശ്യപ്പെടുന്നത്. പക്ഷേ എന്റെ മോളുടെ ഭാഗത്ത് ഒരു ന്യായവും ഇല്ലാതിരുന്നിട്ടും ഞാൻ നിന്നെ ശിക്ഷിച്ചു. നീ എനിക്ക് മാപ്പ് തരണം. അയ്യോ സാർ, സാർ എന്നോട് മാപ്പ് ചോദിക്കാന്ന് വെച്ചാ അതാ എനിക്കൊരു ശിക്ഷയാവുന്നത്. സാർ ക്ഷമ ചോദിക്കരുത്. ഞാനൊരു കാര്യം പറഞ്ഞാ മോള് വിശ്വസിക്കുവോ? മോളോട് ഇറങ്ങിപ്പോയി കുറച്ചു കഴിഞ്ഞപ്പോ അരുണിമയുടെ ഫോട്ടോയിലെ പൂമാല താഴെ പോയി. ഞാൻ അടുത്ത് ചെന്നപ്പോ അരുണിമ എന്നോട് പറയുന്നത് പോലെ തോന്നി, ആ മോളെ എന്തിനാ വിഷമിപ്പിച്ചെന്ന്. അതും കൂടെ കേട്ടപ്പോ എനിക്ക് വിഷമമായി. പെട്ടെന്ന് അന്ന് അവളെ ആശ്വസിപ്പിക്കണമെന്നും മോൾ അമ്പലത്തിലാണ് പോയെന്നൊക്കെ അരുണിമ പറയുന്നത് പോലെ എനിക്ക് തോന്നി. മതി അച്ഛ, എനിക്കത് കേട്ടാ മതി. അന്ന് ആദ്യം കണ്ടത് മുതൽ അച്ഛ അന്ന് തന്നെയാ വിളിച്ചിട്ടുള്ളത്. അരുണിമ അമ്മയുടെ ഫോട്ടോ കണ്ടത് മുതൽ അത് എന്റെ അമ്മയാണെന്നുള്ളൊരു തോന്നലും എങ്ങനെയോ ഉണ്ടായി. ആ അമ്മ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു എന്നറിയുന്നതിനേക്കാൾ ഭാഗ്യം വേറെ എന്തുണ്ടച്ഛ? മോളെ, നീ ഒരിക്കലും അനാഥയാണെന്ന് കരുതി വിഷമിക്കരുത്. ലോകത്തിലെല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും ഒരു ദുഃഖം ഉണ്ടാവും. ഇപ്പൊ തന്നെ അർജുനെ പോലൊരു മരുമകനെ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അർജുനെ കിട്ടിയത് നിനക്കാണ് മോളെ. അപ്പോ ആ കാര്യത്തിൽ ഭാഗ്യം ആർക്കാണ്? മോക്ക് തന്നെയാ. ചില കുടുംബത്തിൽ പണമില്ലാത്തതിന്റെ ദുഃഖം, പണമുണ്ടെങ്കിൽ വലിയ അസുഖങ്ങൾ എന്തെങ്കിലും കാണും. ചിലയിടത്ത് കുട്ടികളില്ലാത്ത ദുഃഖം, മറ്റു ചിലയിടത്ത് മക്കൾ കാരണമുള്ള ദുഃഖം. മോളെ, എന്റെ കണ്ണിൽ നീ ഭാഗ്യവതിയാ. കാരണം അർജുനെ പോലൊരു ഭർത്താവിനെയും മാധുരിയെയും ആനന്ദിനെയും പോലെ രണ്ടുപേരെ നിനക്ക് കിട്ടിയില്ലേ മോളെ? അത് നീ ഒരിക്കലും വിട്ടുകളയരുത്. അർജുന്റെ ഭാര്യ ആയതിൽ കൂടെ തന്നെ ദൈവം നിന്റെ മറ്റു ദുഃഖങ്ങളെല്ലാം മായച്ചു കളഞ്ഞിരിക്കുകയാണ്.